നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിന്നെ ആക്സിഡന്റ് ആയാൽ മാത്രമേ ഈ വണ്ടി നിൽക്കുള്ളൂ. ഗുഡ്, അത് മതി, അത്രയും മതി. അതാണ് എനിക്ക് വേണ്ടത്. എന്നാ ഇയാള് വേഗം പൊയ്ക്കോ. പറഞ്ഞ എമൗണ്ട് ഞാൻ ഫോണിൽ അയച്ചേക്കാം. ഓക്കെ ഓക്കെ, ശരി മാഡം. ഓക്കെ. നിധി, നാളെ നീ ദൈവത്തിനെ കാണാൻ പോവല്ലേ? നിനക്കങ്ങ് മുകളിൽ ചെന്ന് ദൈവത്തിനെ കാണിച്ചു തരാം. നീ എനിക്ക് ഗൗതമിന്റെ കാറ് തരില്ല അല്ലേ? നിന്റെ അന്ത്യവും ഒരു കാറിലിരുന്ന് തന്നെ ആയിക്കോട്ടെ. നിധി സാധാരണ അമ്പലത്തിൽ പോകുന്ന സമയം കഴിഞ്ഞല്ലോ. എന്നിട്ട് ഇവളെന്താ കാണാത്തെ? ഇനിയിപ്പോ അമ്പലത്തിൽ പോണ്ടെന്നിങ്ങനെ തീരുമാനിച്ചു കാണുമോ? പണിയാവോ? പാറു, പാറു, ഞാൻ ഇറങ്ങട്ടെ. നീ എന്താ എത്ര നേരത്തെ? ഓഫീസിൽ ചെന്നിട്ട് കുറച്ച് അത്യാവശ്യ ജോലികളുണ്ട്. 1-2 മെയിൽ അയക്കണം. പിന്നെ ഒരു മീറ്റിംഗ് ഉണ്ട്. എങ്കിലേ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്, കഴിച്ചിട്ട് പോ. വേണ്ട പാറു, എനിക്കിപ്പോഴേ വേണ്ട. ഞാനേ അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. അല്ല, നിധി ഇന്ന് അമ്പലത്തിൽ പോകുന്നില്ലേ? ഇതുവരെ കണ്ടില്ലല്ലോ. നിധി പോകാനായിട്ട് ഒരുങ്ങുന്നേ ഉള്ളൂ. ഞാനിങ്ങ് ഇറങ്ങി, സമയം പോവാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇനി ഗൗതമെങ്ങാനും നിധിയുടെ കാറും എടുത്തോണ്ട് പോവോ? ദൈവമേ, ഒന്ന് പുറകെ കൂടി പോയി നോക്കാം. ഗൗതമിന്റെ കാർ തന്നെ എടുത്തു. ഇനി നിധി വന്ന് മറ്റേ കാർ കൂടി എടുത്താൽ എന്റെ പ്ലാനിങ് സക്സസ് ആവും. എന്നാ പോയി നിധിയെ നോക്കാം. അമ്മേ, അമ്മേ, ഞാൻ അമ്പലത്തിലേക്ക് പോവാണേ. നിനക്ക് കുറച്ചുകൂടി നേരത്തെ ഇറങ്ങാൻ പാടില്ലായിരുന്നു മോളെ. അതെങ്ങനെയാ അമ്മേ? ഗൗതമൻ എന്നാ നേരത്തെ പോണോന്ന് പറഞ്ഞു. അതിനെ ഒന്ന് കുത്തി എഴുന്നേൽപ്പിച്ച് റെഡിയാക്കി വിടാതെ എനിക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റോ? എങ്ങനെയാ പോന്നത്? കാറെടുത്താണോ അതോ ഓട്ടോയിലാണോ? ആ കാർ ആരെങ്കിലും ഒന്ന് പുറത്തിറക്കിയിട്ടെ, നാളുകൾ ഒത്തിരിയായി. അതുകൊണ്ട് കാർ എടുത്ത് പോവാന്ന് വിചാരിച്ചു. എന്നാ പിന്നെ മോള് പോയിട്ട് വാ, ചെല്ല്. നന്നായിട്ടൊക്കെ പ്രാർത്ഥിക്കണേ. ശരി. ഇവളിന്ന് കൊറേ ദൈവത്തിനെ വിളിക്കും. നിധിയുടെ സ്വർഗരാജ്യത്തിലേക്കുള്ള അവസാന യാത്ര ചെയ്തു. അവള് പോകുന്നത് എനിക്കൊന്ന് കാണണം. ശരി അമ്മേ, ഞാൻ പോയിട്ട് വരാം. നിധി,
ഗൗതം ഇതുവരെ പോയില്ലേ? ഒന്നും പറയണ്ട, ഒരു വിധത്തിൽ എന്റെ കാറ് സ്റ്റാർട്ടാവുന്നില്ല. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ഞാൻ മെക്കാനിക്കിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആളിപ്പോ വരും. ഞാൻ ഈ വണ്ടി എടുത്തോണ്ട് പോകാം. അയ്യോ, ഇപ്പൊ തന്നെ ലേറ്റായി. ഞാൻ നിന്നെ അമ്പലത്തിൽ ഇറക്കി വിട്ടിട്ട് പോവാം. ശരി, ദാ. കേറ്. ഗൗതം ഗൗതം ഓഫീസിലേക്കല്ലേ പോകുന്നത്? ഞാൻ ശിവപാർവതി ക്ഷേത്രത്തിലേക്കാ. രണ്ടും രണ്ടു വഴിക്കല്ലേ പോകേണ്ടത്? അതൊന്നും സാരമില്ല, ഞാൻ നിന്നെ ക്ഷേത്രത്തിൽ ഇറക്കിയിട്ട് പൊക്കോളാം. ഇപ്പൊ തന്നെ വൈകിന്നല്ലേ ഗൗതം പറഞ്ഞത്? സമയം കളയണ്ട, ഞാനൊരു ഓട്ടോ പിടിച്ചു പൊയ്ക്കോളാം. ഗൗതം പൊയ്ക്കോ. നിധി ഓട്ടോയിൽ പൊയ്ക്കോളൂ. ഇന്ന് ഞാൻ ഓട്ടോയിൽ തന്നെയല്ലേ പോകുന്നത്. ഒരു കുഴപ്പമില്ലെന്നേ. ഗൗതം പൊയ്ക്കോ. ഓക്കേടാ, താങ്ക് യു. ബൈ. ഞാൻ നിധിക്കിട്ട് വച്ചത് ഗൗതമനാണല്ലോ പണിയായത്. ആ കാർ എങ്ങാനും ആക്സിഡന്റ് ആയ ഗൗതമൻ എന്തെങ്കിലും സംഭവിച്ച വസുന്ധരാന്റി പിന്നെ എന്നെ വച്ചേക്കില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഈശ്വര. എന്തായാലും ഗൗതം കാറെടുത്ത് പോയി കഴിഞ്ഞു. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. ആ, നടക്കുന്ന പോലെയൊക്കെ നടക്കട്ടെ. വരുന്നിടത്ത് വെച്ച് കാണാം. അല്ലെങ്കിൽ തന്നെ ആക്സിഡന്റ് ആയാൽ എന്താ കുഴപ്പം? ഞാനാണ് ബ്രേക്ക് കട്ട് ചെയ്യിച്ചതെന്ന് ആർക്കും അറിയില്ലല്ലോ. വസുന്ധരാന്റിക്കും ഒന്നും അറിയില്ല. ആക്സിഡന്റ് ഉണ്ടായി ഗൗതം എങ്ങാനും ചത്ത അതോടെ നിധിയും ഈ വീട്ടിൽ നിന്ന് പോയി കിട്ടും. അതോടുകൂടി സർവസ്വത്തും പ്രണവിനും എനിക്ക് അവകാശപ്പെട്ടതാവും. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ചെന്ന് കേറട്ടെ എവിടെയെങ്കിലും. ഞാൻ പറഞ്ഞില്ലേ, അവരിപ്പോ എവിടെയാ താമസമെന്ന് എനിക്കറിയില്ല. എന്റെ മോന്റെ പേരെന്താന്ന് സാറിന് അറിയോ? ഗൗതം. എന്റെ മോന്റെ രൂപം ഇപ്പൊ എങ്ങനെയായിരിക്കും? അവനെ ഒന്ന് കാണാൻ എനിക്ക് കൊതി തോന്നുക. ബ്രേക്കിടുന്നില്ല. മോനെ, മോനെ.